അംബാനിയെ തകർക്കാൻ BSNLും ടാറ്റയും ഒന്നിക്കുന്നു എന്നാണ് വാർത്തകൾ. നിരക്ക് കൂട്ടിയ ജിയോ അടക്കമുള്ള സ്വകാര്യ കമ്പനികളെ കടത്തിവെട്ടാൻ ഒരു കാലത്ത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലാഭം സമ്മാനിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനം BSNL തിരിച്ചു വരുന്നു എന്നും പറയുന്നുണ്ട്. ശരിക്കും ഈ കേൾക്കുന്നതിൻ്റെ വാസ്തവം എന്താണ്? ഇത് വല്ലതും നടക്കുമോ? 2024 ജൂൺ മാസത്തിൽ ജിയോ, എയർടെൽ, VI തുടങ്ങിയ സ്വകാര്യ ടെലികോം സേവന കമ്പനികളെല്ലാം തന്നെ അവരുടെ റീചാർജിംഗ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നു എന്ന കാര്യം ജനങ്ങളെ അറിയിച്ചു. ഉടൻ തന്നെ വില വർധനവ് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോർട്ട് ടു BSNL, ബോയ്ക്കോട്ട് ജിയോ തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആവാൻ തുടങ്ങി. സ്വകാര്യ കമ്പനികളുടെ വില വർദ്ധിപ്പിക്കൽ നയത്തെ എതിർത്തവർ നടത്തിയ ക്യാമ്പയിനായിരുന്നു ഇതെല്ലാം തന്നെ. സ്വകാര്യ കമ്പനികളെ ബഹിഷ്കരിക്കാനും BSNLിലേക്ക് പോർട്ട് ചെയ്യാനും സോഷ്യൽ മീഡിയയിലൂടെ പലരും ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. വാസ്തവത്തിൽ ഈ സംഭവത്തെ എല്ലാവരും എതിർക്കുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് പരിശോധിച്ചാൽ BSNL ഉപയോഗിക്കുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മൊബൈൽ ടെലികോം ഇൻഡസ്ട്രിയുടെ 40% മാർക്കറ്റ് ജിയോയുടെ പക്കലും 33% എയർടെലിൻ്റെ പക്കലും 19% വോഡഫോൺ ഐഡിയയുടെ പക്കലുമാണുള്ളത്. ബാക്കി വരുന്ന 7% മാത്രമേ BSNLിൻ്റെ ഷെയർ വരുന്നുള്ളൂ. വർഷാവർഷവും BSNL ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. 2024 മാർച്ചിൽ മാത്രമായിട്ട് 23 ലക്ഷം കസ്റ്റമേഴ്സിനെയാണ് BSNL നഷ്ടപ്പെടുത്തിയത്. ശരിക്കും പലരും ആഗ്രഹിക്കുന്നത് പോലെ BSNLന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ? ഒരു കാലത്ത് ഇന്ത്യയിലെ നമ്പർ 1 ടെലികോം കമ്പനിയായിരുന്ന BSNLിൻ്റെ ഇന്നത്തെ സ്ഥിതിയുടെ കാരണം എന്താണ്? രസകരമായ ഈ അറിവുകൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. കാലത്തിനനുസരിച്ച് പെട്ടെന്ന് മാറുക എന്നത് ശരിക്കും BSNL മാത്രമല്ല, നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ ChatGPT അടക്കമുള്ള AI ടൂളുകൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ജോലി കണ്ടെത്താനാണെങ്കിലും ശമ്പളം വർദ്ധിപ്പിക്കാനാണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞു വന്നത് ഇതെല്ലാം പഠിക്കാൻ ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ഗ്രോത്ത് സ്കൂൾ ഒരുക്കുന്ന ഒരു സൗജന്യ വർക്ക്ഷോപ്പ് ഉണ്ട്. ശരിക്കും ഇതിന് പണം കൊടുക്കണം. പക്ഷേ ഞാൻ കമൻറ്റിൽ കൊടുത്ത ലിങ്കിലൂടെ ജോയിൻ ചെയ്യുന്ന ആദ്യ 1000 പേർക്ക് ഈ വർക്ക്ഷോപ്പ് സൗജന്യമാണ്. നിങ്ങൾ എൻ്റെ തംബ്നെയിൽ തന്നെ നോക്കൂ, AI വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതാണ് പറയുന്നത്, കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. എന്താണെങ്കിലും ഈ വർക്ക്ഷോപ്പിലൂടെ 3 മണിക്കൂർ കൊണ്ട് ChatGPT അടക്കമുള്ള 20ലധികം AI ടൂളുകൾ ഉപയോഗിക്കാനുള്ള അടിസ്ഥാന അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആദ്യം അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ കാശൊക്കെ കൊടുത്ത് എന്താണ് കൂടുതൽ പഠിക്കേണ്ടത് എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. 10 ലക്ഷത്തിലധികം ആളുകൾ പഠിച്ച് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത ക്ലാസ്സാണിത്. നിങ്ങൾ HR, സെയിൽസ്, മാർക്കറ്റിംഗ് ഏത് മേഖലയാണെങ്കിലും, ഇനി ജോലിക്കാരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ ശമ്പളം കൂട്ടാനും ജീവിതം മെച്ചപ്പെടുത്താനും ഈ അറിവുകൾ ഗുണം ചെയ്യും. ഓർക്കുക, ആദ്യം 1000 പേർക്ക് മാത്രമാണ് വർക്ക്ഷോപ്പ് സൗജന്യമായിട്ടുള്ളത്. കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ ടെലികോം രംഗത്തിന് ഏകദേശം 180 വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1800കളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ടെലഗ്രാഫ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. 1839 കൊൽക്കത്തയ്ക്കും ഡയമണ്ട് ഹാർബറിനും ഇടയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ടെലഗ്രാഫ് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെയാണ് ആ ചരിത്രം ആരംഭിച്ചത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ടെലികോം രംഗത്തെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന MNTL, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡും രാജ്യത്തിന് പുറത്തേക്കുള്ള ടെലികോം സേവനങ്ങൾക്കായി VSNL അഥവാ വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് തുടങ്ങിയ സബ്സിഡറി കമ്പനികളും ആരംഭിച്ചു. 1990കളിൽ ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയ കാര്യം പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നയങ്ങളുടെ ഭാഗമായി തന്നെ ധാരാളം പ്രൈവറ്റ് കമ്പനികളും ടെലികോം രംഗത്തേക്ക് പ്രവേശിച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റും വിപണിയിലേക്ക് ഇറങ്ങി. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനിക്ക് അവർ രൂപം കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീടുള്ള വർഷങ്ങളിൽ BSNLിൻ്റെ സേവനങ്ങൾ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്താൻ തുടങ്ങി. നമ്മൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ, അതൊരു PSU കമ്പനിയാണ്. അതേപോലെ PSU കമ്പനി തന്നെയാണ് BSNLും. BSNL വർഷം 2000 മുതൽ തന്നെ ഇൻ്റർനെറ്റ് സേവനങ്ങളും ആരംഭിക്കുകയാണ്. 2002ൽ 2G സേവനങ്ങളും 2005ൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും നിലവിൽ വന്നു. പിന്നീട് BSNLിൻ്റെ വളർച്ച വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. 2004-2005 സാമ്പത്തിക വർഷത്തിലാകെ 10,000 കോടി രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് BSNL മാറുകയാണ്. അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലും 4000 കോടിയോ 7000 കോടിയോ ഒക്കെ ലാഭം നേടിയിരുന്ന ഒരു കാലത്താണ് അതിനേക്കാൾ കൂടുതൽ ലാഭത്തിൽ BSNL പ്രവർത്തിച്ചിരുന്നത്. അത്രയും വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. 2005ൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എയർടെലിനെ മറികടന്ന് BSNL ഒന്നാമതും എത്തിയിരുന്നു. 2005 ഡിസംബർ ആകുമ്പോഴേക്കും BSNLിലേക്ക് 1.6 കോടിയോളം കസ്റ്റമേഴ്സ് കൂട്ടിച്ചേർക്കപ്പെട്ടു. അതായത് മാർക്കറ്റ് ഷെയറിൻ്റെ 21% കൈയടക്കി വെച്ച കമ്പനിയായിരുന്നു BSNL. അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും അത്രയും വലിയൊരു കമ്പനിയായിട്ട് BSNL മാറിയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കിയാൽ വെറും 7% മാത്രമാണ് BSNLിൻ്റെ മാർക്കറ്റ് ഷെയർ. ഇന്ന് നമ്മൾ BSNL കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വർഷാവർഷവും നഷ്ടമുണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ടാണ്
നമ്മളെല്ലാവരും ആ കമ്പനിയെക്കുറിച്ച് പറയുക, അതുപോലെ കേൾക്കുക. എന്നാൽ BSNLൻ്റെ പ്രതാപ കാലഘട്ടത്തിൽ മറ്റ് PSU കമ്പനികളെ അപേക്ഷിച്ച് വളരെ വലിയ ലാഭമായിരുന്നു ആ കമ്പനി ഉണ്ടാക്കിയത്. എന്നാൽ 2007-2008 സാമ്പത്തിക വർഷമൊക്കെ ആവുന്ന സമയത്ത് 3000 കോടിയായിട്ട് BSNLൻ്റെ ലാഭം കുറയാണ്. 2008-2009 അത് വീണ്ടും കുറഞ്ഞ് 100 കോടിയായി. 2010 ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്പനി നഷ്ടത്തിലായി. അത് കുറച്ചൊന്നുമല്ല, 1800 കോടി രൂപയായിരുന്നു അന്ന് BSNL നഷ്ടമുണ്ടാക്കിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ കമ്പനി ലാഭം കണ്ടിട്ടേയില്ല. അതായത് 2010 നഷ്ടം സംഭവിച്ച BSNL കമ്പനി പിന്നീട് ഒരിക്കലും ലാഭത്തിലായിട്ടില്ല. എന്നാൽ എന്തായിരിക്കും BSNLൻ്റെ തകർച്ചയുടെ കാരണം? 2004 മുതൽ കമ്പനിയിൽ ചില അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയിരുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു അന്നത്തെ ടെലികോം മിനിസ്റ്റർ ആയിരുന്ന ദയാനിധി മാരൻ തൻ്റെ സഹോദരനായ കലാനിധി മാരന് വേണ്ടി തൻ്റെ പദവികൾ മിസ്യൂസ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കലാനിധി മാരൻ്റെ സൺ TV നെറ്റ്വർക്കിന് വേണ്ടി 700-ലധികം ഹൈസ്പീഡ് കണക്ഷൻസ് ഇല്ലീഗലായിട്ട് നൽകി എന്നതായിരുന്നു ആരോപണം. വിവാദത്തെ തുടർന്ന് ദയാനിധി മാരൻ യൂണിയൻ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവേണ്ട സാഹചര്യം ഉണ്ടായി. 2007 വിമാക്സ് ടെക്നോളജി ഉപയോഗിച്ച് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ തുടങ്ങാൻ BSNL ഒരു പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ അതും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായ 2G സ്കാമിലേക്കാണ് BSNLനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. വിമാക്സ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BSNL വിവിധ സ്വകാര്യ കമ്പനികളെ ടെൻഡർ നൽകാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. എന്നാൽ സുതാര്യമായിട്ട് നടക്കേണ്ടിയിരുന്ന ഈ ടെൻഡർ നടപടികളിൽ അന്നത്തെ ടെലികോം മിനിസ്റ്ററായ രാജ നേരിട്ട് ഇടപെടുകയും അദ്ദേഹത്തിന് താല്പര്യമുള്ള കമ്പനിക്ക് വേണ്ടി ടെൻഡർ നൽകുകയും ചെയ്തു. ഇതാണ് CBIയുടെ കണ്ടെത്തൽ. ടെൻഡറിൽ പങ്കെടുക്കുന്ന കമ്പനികൾ അതിന് മുന്നത്തെ വർഷങ്ങളിലെല്ലാം 100 കോടിയുടെ ലാഭത്തിലെങ്കിലും പ്രവർത്തിക്കുന്ന കമ്പനികളായിരിക്കണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പാലിക്കാതെ സ്റ്റാർനെറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന കമ്പനിക്ക് ടെൻഡർ നൽകുകയായിരുന്നു. ഇതുമൂലം 535 കോടി രൂപയുടെ നഷ്ടം BSNLനുണ്ടായി. 2G സ്പെക്ട്രം അഴിമതി ആകെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നും CAG റിപ്പോർട്ടുണ്ട്. ഈ 1.76 ലക്ഷം കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു പെന്നും പേപ്പറും തന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് എഴുതാൻ പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എത്ര പൂജ്യം ഉണ്ടെന്നോ എത്ര അക്കങ്ങളുണ്ടെന്നോ ആർക്കും പറയാൻ പറ്റില്ല. അത്രയും വലുതായിരുന്നു ആ അഴിമതി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് എന്തായാലും രാജ മന്ത്രിയായിരിക്കുമ്പോൾ നൽകിയ 122 സർവീസ് ലൈസൻസുകൾ റദ്ദാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. CBIയുടെ റിപ്പോർട്ട് പ്രകാരം കാലഹരണപ്പെട്ട വിമാക്സ് ടെക്നോളജി ഉപയോഗിക്കാൻ സർക്കാർ BSNLനെ നിർബന്ധിച്ചതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവങ്ങൾ മൂലം മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്ക് 2.3 GHz എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പെക്ട്രം ബാൻഡ് ലഭിക്കുകയും BSNLന് 2.4 GHz താരതമ്യേന കാര്യക്ഷമത കുറഞ്ഞ ബാൻഡ് ഉപയോഗിക്കേണ്ട സാഹചര്യവും വന്നു ചേർന്നു. ബ്ലൂടൂത്ത്, വൈഫൈ തുടങ്ങിയ സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബാൻഡാണ് 2.4 GHz എന്ന് പറയുന്നത്. അതുവഴി മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് സ്ലോ ആവും. സ്ലോ ആയ ഇൻ്റർനെറ്റ് ആരാണ് ഉപയോഗിക്കുക? സ്വാഭാവികമായിട്ടും ഉപഭോക്താക്കൾ ആ കമ്പനിയെ ഉപേക്ഷിച്ച് മറ്റ് കമ്പനിയിലേക്ക് പോകുന്നതാണ്. ഇതൊന്നും കൂടാതെ 2001 നിർമ്മിച്ച വിമാക്സ് കമ്പനിയുടെ വിറ്റ് പോവാത്ത ഉൽപ്പന്നങ്ങൾ ഈ കമ്പനികളെ അനുകൂലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് BSNLന് ഉപയോഗിക്കേണ്ടി വന്നു എന്നും CBI അന്വേഷണത്തിൽ പറയുന്നുണ്ട്. 2010 ശേഷം എന്തായാലും ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. സ്വകാര്യ കമ്പനികൾ ആ സമയത്തൊക്കെ വില കുറവിൽ ചൈനീസ് ഉപകരണങ്ങൾ വാങ്ങി അവരുടെ ടെക്നോളജി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ സെക്യൂരിറ്റി കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് BSNLനെ ചൈനീസ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും സർക്കാർ വിലക്കിയിരുന്നു. പിന്നീട് ചൈനീസ് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഗവൺമെൻറ് BSNLനെ അനുവദിച്ചുവെങ്കിലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വൈകുന്നത് ടെക്നോളജിയുടെ കാര്യത്തിൽ മറ്റ് സ്വകാര്യ കമ്പനികളുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് BSNL പുറകിലാവാൻ മറ്റൊരു കാരണവുമായിട്ടുണ്ട്. താരതമ്യേന ഉയർന്ന മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന BSNL ഇങ്ങനെ തളർന്ന സമയത്ത് മറ്റ് പ്രൈവറ്റ് കമ്പനികൾ മാർക്കറ്റിൽ ഇടം പിടിച്ചു. 2012 ആയപ്പോഴേക്കും വയർലെസ് ഫോൺ സർവീസിൽ BSNLൻ്റെ മാർക്കറ്റ് ഷെയർ 11% കുറഞ്ഞു. ആ മേഖല പ്രൈവറ്റ് കമ്പനികൾ പിടിച്ചടക്കുകയാണ്. എയർടെൽ 20% മാർക്കറ്റ് ഷെയറുമായിട്ട് മുന്നിലെത്തുകയും ചെയ്യുന്നുണ്ട്. വോഡഫോൺ, റിലയൻസ് ഗ്രൂപ്പ്, ഐഡിയ തുടങ്ങിയ പ്രൈവറ്റ് കമ്പനികൾ അവരുടെ കസ്റ്റമർ ബേസ് കൂട്ടിക്കൊണ്ടേയിരുന്നു. കൂടാതെ BSNLൻ്റെ കസ്റ്റമർ സർവീസ് വളരെ മോശമാണെന്ന അഭിപ്രായവും ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ മികച്ച കസ്റ്റമർ സേവനങ്ങൾ നൽകുന്ന പ്രൈവറ്റ് കമ്പനികളിലേക്ക് ജനങ്ങൾ മാറുന്നത് സ്വാഭാവികം തന്നെയാണ്. അങ്ങനെ 2012 ആയപ്പോഴേക്കും BSNLൻ്റെ നഷ്ടം 8000 കോടിയിലെത്തി. 2004 ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ PSUവിൽ നിന്ന് 2012 ആയപ്പോഴേക്കും ഏറ്റവും നഷ്ടമുണ്ടാക്കിയ PSU ആയി BSNL കമ്പനി മാറുകയാണ്. വെറും 8 വർഷത്തിനുള്ളിൽ സംഭവിച്ച മാറ്റമാണിത് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. BSNLൻ്റെ തകർച്ചയിൽ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർക്കും കാര്യക്ഷമതയില്ലാത്ത ജീവനക്കാർക്കും
ഒരുപോലെ പങ്കുണ്ട്. എന്താണെങ്കിലും മറ്റ് പ്രൈവറ്റ് കമ്പനികൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ആകർഷകമായ ഓഫറുകൾ നൽകിയും മെച്ചപ്പെട്ട കസ്റ്റമർ സർവീസ് സൗകര്യങ്ങളൊക്കെ നൽകിയും മാർക്കറ്റിൽ ബഹുദൂരം മുന്നിലെത്തുകയാണ്. ആ സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു BSNL സിം എടുക്കാൻ വേണ്ടി ഓഫീസിൽ പോയിട്ട് കാത്ത് കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ 50-100 രൂപ ബാലൻസോടെ പ്രൈവറ്റ് കമ്പനികൾ ഫ്രീ സിം കാർഡുകൾ നാട്ടും പുറത്തെ റീചാർജ് ഷോപ്പുകളിൽ പോലും നൽകിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും BSNL താഴേക്ക് പോകുന്നതാണ്, മറ്റ് കമ്പനികൾ മുകളിലേക്ക് ഉയർന്നു വരുന്നതുമാണ്. സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ഈ സമയത്ത് ഇന്ത്യയിലെ മൊബൈൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം വളരെ ചെലവേറിയതായിരുന്നു എന്ന കാര്യവും ഓർക്കണം. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇതിനും പരിഹാരം ഉണ്ടായി. 2016 ജിയോ ഫ്രീ 4G സിം സേവനങ്ങളുമായിട്ട് രംഗത്തെത്തി. ആ ഓഫർ പിന്നീട് 2017 മാർച്ച് വരെ നീളുകയുണ്ടായി. ആളുകൾ ജിയോ സിമ്മിന് വേണ്ടി മൊബൈൽ സ്റ്റോറുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കാൻ വരെ തുടങ്ങിയ ഒരു കാലഘട്ടം. ഇത് BSNLനൊപ്പം മറ്റ് സ്വകാര്യ കമ്പനികളെയും ബാധിച്ചു. അവർ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി പോലും കൊടുത്തിരുന്നു. ജിയോ സിം ഇത്തരം ആനുകൂല്യങ്ങൾ നീട്ടുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നതായിരുന്നു അവരുടെ വാദം. എന്നാൽ ജിയോയ്ക്ക് അനുകൂലമായിട്ടാണ് വിധി ഉണ്ടാവുന്നത്. ജിയോ ഡേറ്റ നിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ല എന്നായിരുന്നു ആ സമയത്തെ കണ്ടെത്തൽ. ജിയോയുടെ എൻട്രി മറ്റ് കമ്പനികൾക്ക് വലിയ തലവേദനയാവാൻ തുടങ്ങി. കാരണം അവരുടെ കസ്റ്റമർ ബേസാണ് ജിയോയുടെ കസ്റ്റമർ ബേസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ വലിയ 2 കമ്പനികളായ ഐഡിയയും വോഡഫോണും ഒന്നാവാനാണ് തീരുമാനിച്ചത്. അതോടെ VI എന്നറിയപ്പെടുന്ന ഒരു കമ്പനി ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് നമ്മൾ നോക്കിയാൽ ആ കമ്പനിയെ കാണാം. കാരണം തനിയെ നിൽക്കുന്നത് 2 കമ്പനികൾക്കും അപകടമാണ് എന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ കസ്റ്റമർ ബേസ് കുറഞ്ഞുവെങ്കിലും എയർടെൽ മാർക്കറ്റിൽ അപ്പോഴും പിടിച്ചു നിന്നു. എന്നാൽ പഴയ തന്ത്രങ്ങൾ കൊണ്ട്, പഴയ രീതികൾ കൊണ്ട്, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് BSNLന് ഇത് വലിയ പരാജയമായിട്ട് മാറുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് മാറുന്നുണ്ട്. പതിയെ ജിയോ നിരക്കുകൾ കൂട്ടി തുടങ്ങുകയാണ്. അതനുസരിച്ച് മറ്റ് കമ്പനികളും നിരക്കുകൾ കൂട്ടുന്നുണ്ട്. ജിയോ പോലുള്ള കമ്പനികൾ നഷ്ടത്തിലല്ല എന്ന് മാത്രമല്ല, വലിയ ലാഭമുണ്ടാക്കുന്ന കമ്പനികളുമാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പ്രൈവറ്റ് കമ്പനികൾ ഇങ്ങനെ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? 2023-24 സാമ്പത്തിക വർഷത്തിൽ ജിയോയുടെ ലാഭം 20,000 കോടി രൂപയായിരുന്നു. 2024 ജൂണിൽ ജിയോ പോലുള്ള കമ്പനികൾ ചാർജ് വർദ്ധിപ്പിക്കുമെന്നുള്ള തീരുമാനമെടുത്ത തീയതിക്ക് 2 ദിവസം മുന്നേ ആ കമ്പനികൾ പങ്കെടുത്ത ഒരു സ്പെക്ട്രം ലേലം നടന്നിരുന്നു. ആ 5G സ്പെക്ട്രം ലേലത്തിൽ ഏകദേശം 11,000 കോടി രൂപയാണ് ഈ കമ്പനികൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വന്നത്. നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നൊക്കെ ഡാറ്റയൊക്കെ മറ്റ് മൊബൈലിലേക്കും ലാപ്പിലേക്കും ഒക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. ഇത് റേഡിയോ വേവ്സ് വഴിയാണ് നടക്കുന്നത്. സ്പെക്ട്രം എന്ന് വെച്ചാൽ ആ റേഡിയോ വേവ്സിൻ്റെ റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അയക്കുന്ന വാട്സപ്പ് മെസ്സേജുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇവയൊക്കെ ഈ സ്പെക്ട്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഉദാഹരണത്തിന് സ്പെക്ട്രം ഒരു ഹൈവേ ആണെന്ന് സങ്കല്പിക്കുക. അതിലെ ഓരോ ലൈനും സ്പെക്ട്രത്തിൽ ഓരോ ബാൻഡാണ്. ഓരോ ബാൻഡും വ്യത്യസ്ത വേവ് ലെങ്ത് ആയിരിക്കും. വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് 0 കിലോഹെർട്സ് മുതൽ 300 GHz വരെയുള്ള ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കാണാറില്ലേ, ജിയോ 973.62 കോടി വിലയുള്ള 14.4 മെഗാഹെർട്സ് സ്പെക്ട്രം വാങ്ങി. അതുപോലെ എയർടെൽ 6,857 കോടി രൂപ വില വരുന്ന 97 മെഗാഹെർട്സ് സ്പെക്ട്രം വാങ്ങി എന്നൊക്കെ. ഇങ്ങനെ ഗവൺമെൻറ് ഓരോ സർവീസ് പ്രൊവൈഡർക്കും ഓരോ സ്പെക്ട്രം ബാൻഡ് ഉപയോഗിക്കാൻ ലൈസൻസ് നൽകും. എയർടെലിനാണെങ്കിലും ജിയോയ്ക്കാണെങ്കിലും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള ബാൻഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. ജിയോ അല്ലെങ്കിൽ എയർടെൽ പോലുള്ള സർവീസ് പ്രൊവൈഡർ കമ്പനികൾ ആ ബാൻഡ് ഉപയോഗിക്കുന്നതിന് ലൈസൻസ് എടുക്കേണ്ടതാണ്. സ്പെക്ട്രം ലേലത്തിലൂടെയാണ് ഗവൺമെൻറ് ഓരോ ബാൻഡും അനുവദിച്ചു കൊടുക്കുന്നത്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ എയർടെൽ മുന്നേ തന്നെ തങ്ങളുടെ ARPU എന്ന് വെച്ചാൽ ആവറേജ് റവന്യൂ പെർ യൂസർ 208 രൂപ എന്നുള്ളതിൽ നിന്ന് 300 രൂപയായിട്ട് കൂട്ടുമെന്നുള്ള വാർത്തകൾ 2024 മാർച്ചിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് ഓരോ എയർടെൽ കസ്റ്റമറും ആവറേജ് ആയിട്ട് എത്ര തുക ആ കമ്പനിക്ക് നൽകുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ്. ജിയോയുടെ ARPU നോക്കിയാൽ 181 രൂപയാണ്. അങ്ങനെ എന്തായാലും നിരക്ക് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചനകൾ കുറച്ച് മുന്നേ തന്നെ ലഭ്യമായിരുന്നു. ഇപ്പോൾ ജൂലൈ 3 മുതൽ പുതിയ ചാർജുകൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ 12 മുതൽ 25% വരെ നിരക്കുകൾ കൂടിയിരിക്കുകയാണ്. ഇത്രയൊക്കെ തുക ഒറ്റയടിക്ക് കൂടുക എന്ന് പറഞ്ഞാൽ ശരിക്കും വലിയ ഒരു വർധനവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടായ ഈ ചാർജ് വർധനവിനെ തുടർന്ന് പലരും തുടക്കത്തിൽ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ജിയോയെ ബോയ്ക്കോട്ട് ചെയ്യാനും പകരം BSNLിലേക്ക് മാറാനുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ രീതിയിൽ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മാർക്കറ്റ് ഷെയറിൻ്റെ 90%വും 3 പ്രൈവറ്റ് കമ്പനികളുടെ കൈവശമാണല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ചാർജ് വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെയുള്ള പരാതികൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യാം. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ, ഈ കമ്പനികളെയൊക്കെ നിലക്കി നിർത്താൻ BSNL പോലെ ഒരു കമ്പനി തിരിച്ചു വരണം എന്നാണ്
ചിലരുടെ അഭിപ്രായം. BSNLനെ സഹായിക്കാൻ കേന്ദ്രം പല പുനരുജ്ജീവന പാക്കേജുകളും നൽകുന്നുണ്ട് എന്ന കാര്യം പലപ്പോഴും വാർത്തകളിലൂടെ നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 2019 69,000 കോടി രൂപയും 2022 1.64 ലക്ഷം കോടി രൂപയും 2023 89,000 കോടി രൂപയും നൽകിയിരുന്നു. എന്തിനായിരിക്കും ശരിക്കും ഇത്ര വർഷത്തോളം നഷ്ടം മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ ഇത്ര വലിയ തുക നൽകിക്കൊണ്ട് സർക്കാർ സംരക്ഷിക്കാൻ നോക്കുന്നത്? പ്രൈവറ്റ് കമ്പനികളുടെ കാര്യം നമ്മൾ നോക്കിയാൽ പലപ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാർജ് കൂട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. അതേ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതും. അങ്ങനെ മാർക്കറ്റിൽ പ്രൈവറ്റ് പ്ലെയേഴ്സ് മാത്രമാവുമ്പോൾ ഉയർന്ന ചാർജ് നൽകി സേവനങ്ങൾ ഉപയോഗിക്കാൻ സാധാരണക്കാർ നിർബന്ധിതരാകും. ശക്തമായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചാർജ് വർധനവ് ഒരു പരിധി വരെ തടയാൻ സാധിക്കുന്നതാണ്. കാരണം BSNLന് ഒരുപാട് ചാർജ് കുറവാണ്, മറ്റ് കമ്പനികൾക്ക് ചാർജ് വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ആളുകളെല്ലാം BSNLിലേക്ക് പോർട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം ദേശീയ സുരക്ഷ പോലുള്ള തന്ത്രപ്രധാന മേഖലകളെ സംബന്ധിക്കുന്ന കാര്യം തന്നെയാണ്. BSNL പോലുള്ള കമ്പനികൾക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിന് പരിമിതികളുണ്ട് താനും. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം നഷ്ടത്തിലായിട്ടും BSNL അടച്ചുപൂട്ടാൻ ആലോചിക്കുന്നില്ല എന്ന് ഇപ്പോഴും ഗവൺമെൻറ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ റിലീഫ് പാക്കേജുകൾ നൽകുന്നതിലൂടെ 2026-27 വർഷമാകുമ്പോഴേക്കും BSNL ലാഭത്തിലാവുമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഈ വർഷത്തിൽ തന്നെ 20% മാർക്കറ്റ് ഷെയർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നും ഗവൺമെൻറ് കരുതുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം. 7% മാർക്കറ്റ് ഷെയറുള്ള ഒരു കമ്പനി, അതും ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കമ്പനി 20%ത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ദൗത്യം തന്നെയാണ്. അത് എത്രത്തോളം സാധിക്കുമെന്ന കാര്യം എന്താണെങ്കിലും കണ്ടറിയേണ്ടതാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 8,000 കോടി രൂപയോളമായിരുന്നു BSNL കമ്പനിയുടെ നഷ്ടം. അതിന് മുന്നത്തെ സാമ്പത്തിക വർഷത്തിൽ 6,000 കോടി രൂപയോളം. 2009 മുതൽ 2022 വരെയുള്ള വർഷങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ BSNL കമ്പനി ഉണ്ടാക്കിയ ആകെ നഷ്ടം 1 ലക്ഷം കോടി രൂപയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസും BSNLും തമ്മിലുള്ള 15,000 കോടി രൂപയുടെ ഡീലിനെ പറ്റിയുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതുവഴി 1000-ഓളം ഗ്രാമങ്ങളിലേക്ക് കൂടി 4G സേവനം ലഭ്യമാക്കാനാണ് BSNL ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ 4 ഡാറ്റാ സെൻറ്ററുകൾ സ്ഥാപിക്കാനും ഉദ്ദേശമുണ്ട്. ടാറ്റയുടെ കരാർ BSNLന് പുതുജീവൻ നൽകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ BSNLന് വളരെയധികം ഗുണമാവുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകൾ കഷ്ടപ്പെട്ട് പോർട്ടൊക്കെ ചെയ്തു വന്നാലും അടിസ്ഥാനപരമായി വില കൂട്ടിയാൽ മാത്രമേ BSNLനും ലാഭത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അവർക്ക് വില കൂട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ ഉപഭോക്താവിന് നൽകുന്നതിൽ തീർച്ചയായിട്ടും പരിമിതികളുണ്ടാവും. നാളെ ഇതുവരെ നമ്മൾ നോക്കിയാൽ 5G സർവീസ് പോലും വൃത്തിക്ക് നൽകാൻ പറ്റാത്തവർക്ക് ഒരുപക്ഷെ വില കുറച്ച് പ്ലാനുകളൊക്കെ കൊടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ആളുകൾ ഇത് സ്വീകരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും BSNL പോലെ ഒരു പബ്ലിക് പ്ലെയർ ടെലികോം രംഗത്ത് വീണ്ടും ഉയർന്നു വരുന്നത് മറ്റ് സ്വകാര്യ കമ്പനികളുടെ അപ്രമാദിത്വം കുറയ്ക്കാൻ സഹായിക്കുമെന്ന കാര്യം തർക്കമില്ലാത്തതാണ്. സ്വകാര്യ കമ്പനികളുമായി കിടപിടിക്കുന്ന ടെക്നോളജിയും കസ്റ്റമർ സർവീസും ഒക്കെ നൽകാനായാൽ ചിലപ്പോൾ BSNL തിരിച്ചു വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുക എന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും BSNLനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന ചോദ്യം പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്തരം ആളുകളുടെ ഫോൺ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ BSNL ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതുകൂടാതെ ഞാൻ അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല. സത്യം ചിലപ്പോൾ കുറച്ച് കഠിനമായിരിക്കും, പക്ഷേ സത്യം പറയാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സത്യം മനസ്സിലാക്കി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തെറ്റുകൾ തിരുത്തുമ്പോഴാണ് എല്ലാ കമ്പനിയും മുന്നോട്ട് പോവുക. BSNLും അങ്ങനെ ഉയരത്തിലേക്ക് വരണം എന്നത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാവുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ChatGPT ആൻഡ് AI വർക്ക്ഷോപ്പിൻ്റെ കാര്യം മറക്കണ്ട. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 പേർക്ക് മാത്രമാണ് സൗജന്യമായി ക്ലാസ്സുകൾ കാണാൻ അവസരമുള്ളത്. ലിങ്കും കാര്യങ്ങളുമെല്ലാം കമൻറ്റിലുണ്ട്, പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തോളൂ. 20-ലധികം പുതിയ AI ടൂളുകളും ChatGPT ഹാക്കുകളും 3 മണിക്കൂറിനുള്ളിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.